നമസ്കാരം, ഏവർക്കും സ്റ്റഡി നിഫ്റ്റി മലയാളത്തിന്റെ ഡെയിലി മാർക്കറ്റ് ന്യൂസിലേക്ക് സ്വാഗതം. ഇന്ന് ഫെബ്രുവരി 24 തിങ്കളാഴ്ചയാണ്. വീണ്ടും വലിയൊരു ഗ്യാപ് ഡൗൺ ഓപ്പണിങ്ങിന് സാക്ഷ്യം വഹിക്കാൻ ഒരുങ്ങുകയാണ് ഇന്ത്യൻ വിപണി. ഇപ്പോഴത്തെ ഈ ഒരു നില വെച്ച് 130 മുതൽ 140 പോയിന്റ്സിന്റെ ഒരു ഗ്യാപ് ഡൗൺ ഓപ്പണിങ്ങിനാണ് ഇന്ന് നിഫ്റ്റിയിൽ സാധ്യത കാണുന്നത്. വെള്ളിയാഴ്ച ഇന്ത്യൻ മാർക്കറ്റുകളെല്ലാം ക്ലോസ് ചെയ്തതിന് ശേഷം US മാർക്കറ്റുകൾ ശക്തമായ സെൽ ഓഫിന് വിധേയമായി. വെള്ളിയാഴ്ച US നിന്നും പുറത്തു വന്ന എക്കണോമിക് ഡാറ്റകൾ കാണിച്ചു തരുന്നത് US ബിസിനസ് വളർച്ച മന്ദഗതിയിലായെന്നും സമ്പദ് വ്യവസ്ഥയുടെ ഭാവിയെക്കുറിച്ച് ആളുകൾ കൂടുതൽ ആശങ്കാകുലരായതിനാൽ ഉപഭോക്തൃ ആത്മവിശ്വാസം കുറഞ്ഞു, കൂടാതെ ഇൻഫ്ലേഷൻ അവിടെ വർദ്ധിക്കുന്നു എന്നുമുള്ള സൂചനകൾ നൽകി. നാസ്ഡാക്ക് 2.2%, S&P 500 1.71%, ഡൗ ജോൺസ് 1.69% ഇടിഞ്ഞു. എക്കണോമിക്കലി സെൻസിറ്റീവ് സെക്ടേഴ്സായ ഡൗ ട്രാൻസ്പോർട്ട്, ചിപ്സ്, സ്മോൾ ക്യാപ്, ഹൗസിംഗ് തുടങ്ങിയ സെക്ടറുകൾ 2% ഇടിവാണ് വെള്ളിയാഴ്ച അവിടെ രേഖപ്പെടുത്തിയത്. സ്റ്റോക്കുകളിൽ വലിയ നഷ്ടമുണ്ടാക്കിയത് എൻവിഡിയയായിരുന്നു, 4% ഇടിഞ്ഞു. മാർക്കറ്റ് ക്യാപിറ്റലൈസേഷനിൽ ലോകത്തിലെ ഏറ്റവും വലിയ കമ്പനികളിൽ ഒന്നായ എൻവിഡിയയുടെ റിസൾട്ട് ഈ വരുന്ന ബുധനാഴ്ചയാണ് വരാനിരിക്കുന്നത്. അടുത്ത ഒരു പ്രധാനപ്പെട്ട ഇവന്റ് US നിന്നും ഈ ആഴ്ച വരാനുള്ളത് പേഴ്സണൽ കൺസംഷൻ എക്സ്പെൻഡിച്ചർ ഡാറ്റയാണ്. ഈ വരുന്ന വെള്ളിയാഴ്ചയാണ് ഡാറ്റ പുറത്തു വരിക. ഫെഡറൽ റിസർവിന്റെ ഇഷ്ടപ്പെട്ട പണപ്പെരുപ്പ റീഡിങ്ങുകളിൽ ഒന്ന് തന്നെയാണ് PCE ഡാറ്റ. ഇനി മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം ഇന്നുള്ളത്, റഷ്യ യുക്രൈൻ യുദ്ധം ആരംഭിച്ചിട്ട് ഇന്നത്തേക്ക് 3 വർഷം തികഞ്ഞിരിക്കുന്നു. US മുൻകൈയെടുത്ത് ഇപ്പോൾ സമാധാന ചർച്ചകൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഏതായാലും ഈ കാരണങ്ങൾ കൊണ്ട് തന്നെ വെള്ളിയാഴ്ച ഓയിൽ പ്രൈസുകൾ 2% നഷ്ടമുണ്ടാക്കിയിരുന്നു. ഇനി യൂറോപ്യൻ മാർക്കറ്റുകളും വെള്ളിയാഴ്ച മിക്സഡ് ആയിട്ട് തന്നെയാണ് ക്ലോസ് ചെയ്തിരിക്കുന്നത്. ഗോൾഡ് പ്രൈസുകളുടെ കാര്യം പറയേണ്ടതില്ല, തുടർച്ചയായ 8ാമത്തെ ആഴ്ചയും പോസിറ്റീവിൽ തന്നെയാണ് ക്ലോസ് ചെയ്തത്. വെള്ളിയാഴ്ച ചെറിയൊരു പ്രോഫിറ്റ് ബുക്കിംഗ് ആണ് ഗോൾഡിൽ കണ്ടത്. കേരളത്തിലെ ഇന്നലത്തെ ഗോൾഡ് പ്രൈസ് പവന് 64,360 രൂപയാണ്. മറ്റൊരു പ്രധാനപ്പെട്ട വാർത്ത കൂടി നമ്മൾ മാർക്കറ്റ് ന്യൂസ് സെഗ്മെന്റിൽ പറയുന്നത്, ഇനി വരുന്ന വർഷങ്ങളിൽ ഫോക്കസിൽ വരാൻ സാധ്യതയുള്ള ഒരു സെക്ടറിനെ കുറിച്ച് നമ്മൾ പറയുന്നുണ്ട്. അപ്പോൾ വീഡിയോ അവസാനം വരെയും കാണാൻ ശ്രമിക്കുക. ഇനി രാവിലെ 9 മണി മുതൽ 3:30 വരെ എല്ലാ എഡ്യൂക്കേഷൻ വ്യൂസും നമ്മുടെ എഡ്യൂക്കേഷൻ ടെലഗ്രാം ചാനലിലാണ് നമ്മൾ നൽകാറുള്ളത്. ഇപ്പോൾ 50% ഡിസ്കൗണ്ടോടുകൂടി നിങ്ങൾക്ക് ജോയിൻ ചെയ്യാനുള്ള ഒരു അവസരം കൂടിയുണ്ട്. പരമാവധി പെട്ടെന്ന് തന്നെ എല്ലാവരും ജോയിൻ ചെയ്യാൻ ശ്രമിക്കുക. പരിമിതമായ ദിവസത്തേക്ക് മാത്രമേ ഈ ഓഫർ ഉണ്ടായിരിക്കുകയുള്ളൂ. ഇനിയും നമ്മുടെ വീഡിയോ ആരെങ്കിലും ലൈക്ക് ചെയ്യാൻ മറന്നു പോയിട്ടുണ്ടെങ്കിൽ ദയവ് ചെയ്ത് വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക. 200 ലൈക്കുകൾ തന്നെയാണ് ഇന്നത്തെ ഈ ലൈക്ക് ടാർഗറ്റായി വരുന്നത്. ഇനി ചാനൽ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാൻ മറന്നു പോയിട്ടുണ്ടെങ്കിൽ ദയവ് ചെയ്ത് ചാനൽ കൂടി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ഇനി ഇന്നത്തെ പ്രധാനപ്പെട്ട കുറച്ച് വാർത്തകളിലേക്കാണ്. ട്രംപിന്റെ താരിഫ് ഭീഷണി തന്നെയാണ് ഇപ്പോഴും മാർക്കറ്റുകൾ ഉറ്റുനോക്കുന്ന പ്രധാനപ്പെട്ട ഒരു ഘടകം. ഇപ്പോഴിതാ ട്രംപിന്റെ താരിഫുമായി ബന്ധപ്പെട്ട പുതിയൊരു വാർത്ത വന്നത്, ഇന്ത്യക്കും ചൈനയ്ക്കുമെതിരെ US ഉടൻ തന്നെ തുല്യ താരിഫ് അഥവാ റെസിപ്രോക്കൽ താരിഫ് ചുമത്തുമെന്നും അവർ അമേരിക്കൻ ഉൽപ്പന്നങ്ങൾക്ക് ഈടാക്കുന്ന തുകയ്ക്ക് തുല്യമായ തീരുവ ചുമത്തുമെന്നും ട്രംപ് പറയുന്നു. ഏതായാലും കാര്യങ്ങൾ ഒരു വ്യാപാര യുദ്ധത്തിലേക്ക് നീങ്ങുന്നു എന്ന സൂചനകൾ തന്നെയാണ് നൽകുന്നത്. ഇനി മറ്റൊരു വാർത്തയുള്ളത്, ആഗോള വെല്ലുവിളികൾക്കിടയിലും ഇന്ത്യൻ വൈൻ വ്യവസായം നല്ല പ്രകടനമാണ് കാഴ്ചവെച്ചുകൊണ്ടിരിക്കുന്നത്. അടുത്ത 3 മുതൽ 5 വർഷത്തിനുള്ളിൽ ഇന്ത്യൻ വൈൻ വ്യവസായം 10 മുതൽ 15% വളർച്ച പ്രതീക്ഷിക്കുന്നു. ഇനി ഫിനാൻഷ്യൽ ഇയർ 2021 മുതൽ ഫിനാൻഷ്യൽ ഇയർ 2024 വരെയുള്ള കണക്കുകൾ പരിശോധിച്ചാൽ വരുമാനം 14% CAGR-ൽ 420 കോടിയിൽ നിന്ന് 616 കോടി രൂപയായി ഉയർന്നു. ഫിനാൻഷ്യൽ ഇയർ 2025 വരുമാനം 200 കോടി രൂപയാണ്. ജീവിതശൈലിയിലെ മാറ്റങ്ങളും വൈനിന്റെ സ്വീകാര്യതയും വർദ്ധിച്ചതിനാൽ വ്യവസായ വളർച്ചയാണ് ഇനിയും പ്രതീക്ഷിക്കുന്നത്. ഇനി ഈ ഒരു വാർത്തയുമായി ബന്ധപ്പെട്ട് ഫോക്കസിൽ വരാൻ സാധ്യതയുള്ള കുറച്ച് കമ്പനികൾ നോക്കുകയാണെങ്കിൽ, സുല വൈൻയാർഡ്സ് കൂടുതൽ വൈൻ പ്രൊഡ്യൂസ് ചെയ്യുന്ന ഒരു കമ്പനികളിൽ ഒന്നാണ് സുല വൈൻയാർഡ്സ്. അതുകൊണ്ട് തന്നെ ഈ കമ്പനി നല്ല ഫോക്കസിൽ വരാനുള്ള സാധ്യതയുണ്ട്. അടുത്തതായി യുണൈറ്റഡ് സ്പിരിറ്റ്സ് ലിമിറ്റഡ്, യുണൈറ്റഡ് ബിവറീസ്, റാഡിക്കോ കൈത്താൻ തുടങ്ങിയ കമ്പനികളും ഫോക്കസിൽ വരാൻ സാധ്യതയുള്ള ലിസ്റ്റിലുള്ളതാണ്. മറ്റ് സ്റ്റോക്ക് ന്യൂസുകളിലേക്കാണ്. ബ്രിട്ടാനിയ ഇൻഡസ്ട്രീസും ഭാരത് പെട്രോളിയം കോർപ്പറേഷനും പകരമായി സൊമാറ്റോയും ജിയോ ഫിനാൻഷ്യൽ സർവീസും നിഫ്റ്റി 50യിൽ മാർച്ച് 28 മുതൽ പ്രാബല്യത്തിൽ വരും. മറ്റൊരു കമ്പനി ഭാരതി എയർടെല്ലാണ്. UK ആസ്ഥാനമായുള്ള അനുബന്ധ സ്ഥാപനത്തിൽ ഭാരതി എയർടെലിന്റെ ഓഹരി പങ്കാളിത്തം വർദ്ധിപ്പിക്കുന്നതിന് ഡയറക്ടർ ബോർഡ് അംഗീകാരം നൽകി. അടുത്തത് സാഗിൾ പ്രീപെയ്ഡ് ഓഷ്യൻ സർവീസസ് എന്ന കമ്പനി സാഗിൾ ഇൻഡസ് ടവേഴ്സുമായി ഒരു ഉപഭോക്തൃ സേവന കരാറിൽ ഒപ്പുവെച്ചു. അടുത്തതായി അദാനി ഗ്രീൻ എനർജിയാണ്. കമ്പനിയുടെ സ്റ്റെപ്പ് ഡൗൺ സബ്സിഡറി അദാനി ഗ്രീൻ എനർജി 24 രാജസ്ഥാനിലെ ജയ്സർമേറിലെ 250 മെഗാവാട്ടിന്റെ സൗരോർജ്ജ പദ്ധതി പ്രവർത്തനക്ഷമമാക്കി. അടുത്തത് RVNL എന്ന കമ്പനിയാണ്. സൗത്ത് വെസ്റ്റേൺ റെയിൽവേയിൽ നിന്ന് 156.35 കോടി രൂപയുടെ പുതിയൊരു ഓർഡർ കമ്പനിക്ക് ലഭിച്ചിരിക്കുന്നു. അടുത്തതായി ഗ്രാനുൾസ് ഇന്ത്യ.
സ്വിറ്റ്സർലാൻഡ് ആസ്ഥാനമായുള്ള സെൻ കെമിക്കൽസ് AGയുടെ 100% ഇക്വിറ്റി ഓഹരി 192.5 കോടി രൂപയ്ക്ക് ഏറ്റെടുക്കാൻ ബോർഡ് അംഗീകാരം നൽകി. അടുത്തത് റെയിൽടെൽ കോർപ്പറേഷൻ ഓഫ് ഇന്ത്യയാണ്. കമ്പനിക്ക് ഈസ്റ്റ് സെൻട്രൽ റെയിൽവേയിൽ നിന്ന് 288.15 കോടി രൂപയുടെ പുതിയൊരു വർക്ക് ഓർഡർ ലഭിച്ചിരിക്കുന്നു. അടുത്ത് അമി ഓർഗാനിക്സ് എന്ന കമ്പനിയാണ്. കമ്പനിയുടെ നിലവിലുള്ള 10 രൂപ മുഖവിലയുള്ള ഒരു ഇക്വിറ്റി ഓഹരി 5 രൂപ മുഖവിലയുള്ള 2 ഇക്വിറ്റി ഷെയറുകളായി വിഭജിക്കുന്നതിന് ബോർഡ് അംഗീകാരം നൽകി. മറ്റൊരു വാർത്തയുള്ളത് ബ്രിഗേഡ് എന്റർപ്രൈസുമായി ബന്ധപ്പെട്ടതാണ്. ഇപ്പോൾ നടക്കുന്ന ഇൻവെസ്റ്റ് കേരളയുമായി ബന്ധപ്പെട്ട് അടുത്ത 5 വർഷത്തിനുള്ളിൽ ഏകദേശം 12,000 പേർക്ക് തൊഴിൽ നൽകുന്ന ബ്രിഗേഡ് ഗ്രൂപ്പിന് കേരളത്തിൽ 1,500 കോടി രൂപയുടെ നിക്ഷേപം നടത്താൻ പദ്ധതിയിടുന്നതായി കമ്പനി അറിയിച്ചു. ഇന്ന് F&O സെഗ്മെന്റിൽ ബാനായ സ്റ്റോക്കുകൾ മണപ്പുറം ഫിനാൻസ്, ചമ്പൽ ഫെർട്ടിലൈസേഴ്സ് തുടങ്ങിയവയാണ്. ഇന്ന് ലിസ്റ്റ് ചെയ്യുന്ന ഒരു IPO ക്വാളിറ്റി പവർ ഇലക്ട്രിക്കൽ എക്യുപ്മെന്റ്സ് ആണ്. ഇനിയിപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന ഹൈലൈറ്റ് ആയിട്ടുള്ള നമ്മുടെ ഒരു പ്രോഗ്രാം ഓപ്ഷൻ ബേസിക് കോഴ്സാണ്. ഓപ്ഷൻസിനെ കുറിച്ച് ഒരു കാര്യങ്ങളും അറിയാതെ ആരും തന്നെ ട്രേഡ് എടുക്കാതിരിക്കുക. അത്തരത്തിൽ ഓപ്ഷൻസിന്റെ ബേസിക് ആയിട്ടുള്ള മുഴുവൻ കാര്യങ്ങളും പഠിച്ചു പോകാൻ നിങ്ങൾക്ക് ഞങ്ങൾ ഇവിടെ ഒരു അവസരം തരികയാണ്. അതും വെറും 4 ക്ലാസ്സുകൾ കൊണ്ടാണ് നിങ്ങൾക്ക് ഈ പറഞ്ഞ എല്ലാ കാര്യങ്ങളും പഠിക്കാൻ സാധിക്കുക. വെറും 1000 രൂപ മാത്രമാണ് അതിന് ഫീസായിട്ടും വരുന്നത്. അപ്പോൾ ആർക്കെങ്കിലും ജോയിൻ ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ തൊട്ടുമുകളിൽ നമ്മൾ ഇവിടെ കൊടുത്തിരിക്കുന്ന വാട്സപ്പ് നമ്പറിൽ ഞങ്ങൾക്ക് മെസ്സേജ് അയച്ച് നിങ്ങൾക്ക് ആ ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാവുന്നതാണ്. അടുത്തതായി FIDE ആക്ടിവിറ്റിയിലേക്കാണ്. 3,449 കോടി രൂപയ്ക്കാണ് FIS വെള്ളിയാഴ്ച സെല്ല് ചെയ്ത്. DIs ആവട്ടെ 2,884 കോടി രൂപയ്ക്ക് ബൈ ചെയ്തു. FISന്റെ ഭാഗത്ത് നിന്നുള്ള സെല്ലിംഗ് വീണ്ടും ഉയർന്ന രീതിയിൽ തന്നെ നിൽക്കുന്നു എന്ന് തന്നെയാണ് ഇത് സൂചിപ്പിക്കുന്നത്. അടുത്തതായി ഇപ്പോൾ ട്രേഡിംഗ് ആരംഭിച്ച ഏഷ്യൻ മാർക്കറ്റുകളിലേക്കാണ്. വെള്ളിയാഴ്ച US നിന്നും പുറത്തു വന്ന എക്കണോമിക് ഡാറ്റകൾക്ക് ശേഷം എക്കോണമി സ്ലോ ആകുന്നുവെന്നും ഇൻഫ്ലേഷൻ വർദ്ധിക്കുന്നു എന്നുള്ള വാർത്തകൾ വന്നതോടെ ഇന്ന് ഓപ്പൺ ചെയ്തിരിക്കുന്ന ഏഷ്യൻ മാർക്കറ്റുകളും ഇടിവിൽ തന്നെയാണ്. ആദ്യം ഓസ്ട്രേലിയൻ മാർക്കറ്റ് തുടർച്ചയായ 6ാമത്തെ ദിവസവും ഇടിവിൽ തന്നെയാണ്. 0.81% ഇടിവിലാണ് ഇപ്പോൾ ട്രേഡ് ചെയ്യുന്നത്. കോസ്പി മാർക്കറ്റ് 0.81% ഇടിവിലാണ്. തായ്വാൻ മാർക്കറ്റ് 1.02% ഇടിവിൽ. സിംഗപ്പൂർ മാർക്കറ്റ് 0.12% ഇടിവിലും ട്രേഡ് ചെയ്യുന്നു. ഗിഫ്റ്റ് നിഫ്റ്റി ഇപ്പോൾ ഉള്ളത് 22,683 എന്ന നിലയിലാണ്. 108 പോയിന്റ്സ് ഇടിവിലാണ് ഇപ്പോൾ ട്രേഡ് ചെയ്യുന്നത്. അതായത് ഇപ്പോൾ സമയം 7 മണി കഴിഞ്ഞ് 5 മിനിറ്റ് ആണ്. ഇപ്പോഴത്തെ ഈ ഒരു നില വെച്ച് നിഫ്റ്റിയിൽ അതായത് 130 മുതൽ 140 പോയിന്റ്സിന്റെ ഒരു ഗ്യാപ് ഡൗൺ ഓപ്പണിങ്ങിനാണ് ഇന്ന് സാധ്യതയുള്ളത്. ഓയിൽ പ്രൈസുകളിലേക്ക്. വെള്ളിയാഴ്ച എണ്ണവില ബാരലിന് $2 ഇടിഞ്ഞു. റഷ്യ-യുക്രൈൻ യുദ്ധം ആരംഭിച്ചിട്ട് ഇന്നേക്ക് 3 വർഷം തികഞ്ഞിരിക്കുന്നു. ഉക്രൈനുമായുള്ള സമാധാന കരാറുകളെ കുറിച്ചുള്ള അനിശ്ചിതത്വം കാരണമാണ് വെള്ളിയാഴ്ച ഓയിൽ പ്രൈസുകളിൽ ഒരു ഇടിവുണ്ടാവാൻ കാരണമായത്. ബ്രന്റ് ഫ്യൂച്ചേഴ്സ് ഉള്ളത് $73.83 പെർ ബാരൽ എന്ന നിലയിൽ 0.30% ഇടിവിലാണ്. WTI ഉള്ളത് $70.15 പെർ ബാരൽ എന്ന നിലയിൽ 0.36% ഇടിവിൽ ട്രേഡ് ചെയ്യുന്നു. ഇന്ന് നമ്മൾ നിഫ്റ്റിയിലും ബാങ്ക് നിഫ്റ്റിയിലും ശ്രദ്ധിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കുറച്ച് കാര്യങ്ങളിലേക്കാണ്. ഒരിക്കൽ കൂടി ഒരു സെല്ലിംഗ് പ്രഷർ നേരിട്ട ദിവസമായിരുന്നു വെള്ളിയാഴ്ച നമുക്ക് കാണാൻ കഴിഞ്ഞത്. ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത് വലിയൊരു ഗ്യാപ് ഡൗൺ ഓപ്പണിംഗ് തന്നെയാണ്. അതായത് 22,700 കൂടി ഇന്ന് ബ്രേക്ക് ചെയ്യാൻ സാധ്യതയുണ്ട്. അപ്സൈഡിൽ 23,000 ഒരു സ്റ്റിഫ് റെസിസ്റ്റൻസ് ഏരിയ തന്നെയാണ്. ഇന്നലത്തെ അതായത് വെള്ളിയാഴ്ചത്തെ ഹൈ എന്ന് പറയുന്നത് 22,921 ആണ്. കൂടുതൽ ഓപ്പൺ ഇൻട്രസ്റ്റ് റൈറ്റ് ചെയ്തിരിക്കുന്ന ഒരു സ്ട്രൈക്കും 23,000 തന്നെയാണ്. പ്രീവിയസ് സ്വിംഗ് ലോ ആയിട്ടുള്ള 22,725. ഇനി RBIയുടെ പോളിസി അനൗൺസ്മെന്റും യൂണിയൻ ബഡ്ജറ്റും ഇൻഫ്ലേഷൻ കുറഞ്ഞതും ഇതുകൊണ്ടൊന്നും ഇന്ത്യൻ മാർക്കറ്റ് പോസിറ്റീവ് ആയില്ല എന്നത് നമ്മൾ റിയാലിറ്റി ആയിട്ട് മനസ്സിലാക്കേണ്ട ഒരു കാര്യം തന്നെയാണ്. അതായത് നമ്മൾ വിലയിരുത്തിയിരുന്ന ധാരാളം ഇവൻസുകളെല്ലാം കടന്നു പോയിരിക്കുന്നു. ഇതുകൊണ്ടൊന്നും മാർക്കറ്റിന് ഉയരാൻ കഴിഞ്ഞിട്ടില്ല. അത് മാർക്കറ്റിന്റെ വീക്ക്നെസ് തന്നെ ആയിട്ട് നമ്മൾ കാണേണ്ടി വരും. ഇനിയിപ്പോൾ ഫോളിംഗ് വെഡ്ജ് പാറ്റേണിന്റെ ഒരു ഡൗൺ സൈഡിലാണ് നിഫ്റ്റി ഉള്ളത്. കൂടാതെ ഡൗൺ സൈഡിൽ പ്രധാനപ്പെട്ട ആ ഒരു സപ്പോർട്ട് സോണും ഉള്ളത് കൊണ്ട് തന്നെ അവിടുന്ന് ഒരു ബൗൺസ് ബാക്ക് ലഭിക്കും എന്ന് തന്നെ നമുക്ക് പ്രതീക്ഷിക്കാം. പക്ഷേ നമുക്ക് കൺഫർമേഷന് വേണ്ടി കൂടുതൽ ദിവസങ്ങൾ വെയിറ്റ് ചെയ്യേണ്ടി വരും. കഴിഞ്ഞ ആഴ്ചത്തെ വീക്ക്ലി ചാർട്ടിൽ ഒരു ഡോജി ക്യാൻഡിലാണ് ഫോം ആയിരിക്കുന്നത്. ഇൻഡിസിഷൻ തന്നെയാണ് അത് സൂചിപ്പിക്കുന്നതും. അടുത്തതായി മാക്സിമം ഓപ്പൺ ഇൻട്രസ്റ്റ് രേഖപ്പെടുത്തിയ കോൾ സൈഡിലെയും പുട്ട് സൈഡിലെയും സ്ട്രൈക്കുകളിലേക്കാണ്. കോൾ സൈഡിൽ കൂടുതൽ ഓപ്പൺ ഇൻട്രസ്റ്റ് രേഖപ്പെടുത്തിയിരിക്കുന്ന ആദ്യത്തെ സ്ട്രൈക്ക് 24,000, അതിനുശേഷം 23,000 സ്ട്രൈക്ക്, അതിനുശേഷം 23,500 സ്ട്രൈക്കിലുമാണ്. പുട്ട് സൈഡിൽ കൂടുതൽ ഓപ്പൺ ഇൻട്രസ്റ്റ് രേഖപ്പെടുത്തിയിരിക്കുന്ന ആദ്യത്തെ സ്ട്രൈക്ക് 22,500, അതിനുശേഷം 22,000 സ്ട്രൈക്ക്, അതിനുശേഷം 22,300 സ്ട്രൈക്കിലുമാണ്. ഓപ്പൺ ഇൻട്രസ്റ്റ് ഡാറ്റ പ്രകാരം റെസിസ്റ്റൻസ് ആവാൻ സാധ്യതയുള്ളത് 23,000-ഉം സപ്പോർട്ട് ആവാൻ സാധ്യതയുള്ളത് 22,500-ഉമാണ്. അടുത്തതായി ചേഞ്ച് ഇൻ ഓപ്പൺ ഇൻട്രസ്റ്റ് ഡാറ്റ പ്രകാരം കോൾ സൈഡിലും പുട്ട് സൈഡിലും വന്ന വ്യത്യാസങ്ങളാണ്. ആദ്യം 22,750 സ്ട്രൈക്കിൽ 200% വർധനവ് പുട്ട് സൈഡിൽ കാണാം. ലോങ് ബിൽഡപ്പ് തന്നെയാണ്. കോൾ സൈഡിൽ 901% വർധനവ് ഒരു ഷോർട്ട് ബിൽഡപ്പ് ആണ് ഉള്ളത്.
22,700 സ്ട്രൈക്കിൽ 45% വർധനവ് പുട്ട് സൈഡിൽ ലോങ് ബിൽഡപ്പ് തന്നെ. 219% വർധനവ് ഒരു ഷോർട്ട് ബിൽഡപ്പും കാണാം. 22,800 സ്ട്രൈക്കിൽ 36% വർധനവ് പുട്ട് സൈഡിൽ ലോങ് ബിൽഡപ്പ്. കോൾ സൈഡിൽ 279% വർധനവ് ഒരു ഷോർട്ട് ബിൽഡപ്പും കാണാം. ഈ 3 സ്ട്രൈക്കുകളും കമ്പയർ ചെയ്യുമ്പോൾ കൃത്യമായിട്ടുള്ള മേധാവിത്യം അത് കോൾ സെല്ലേഴ്സിനാണുള്ളത്, മാർക്കറ്റിനെ താഴേക്ക് കൊണ്ടുപോകാൻ കഴിവുള്ളവർക്കാണുള്ളത് എന്ന് കാണാം. ബാങ്ക് നിഫ്റ്റിയിലേക്ക് 48,981 353 പോയിന്റ്സ് ഇടിഞ്ഞാണ് ബാങ്ക് നിഫ്റ്റി ക്ലോസ് ചെയ്യുന്നത്. അഥവാ 0.72% ഇടിഞ്ഞാണ് ബാങ്ക് നിഫ്റ്റി ക്ലോസ് ചെയ്തിട്ടുള്ളത്. ബാങ്ക് നിഫ്റ്റി ഫെബ്രുവരി 17 ലോ ഒന്നുകൂടി ടച്ച് ചെയ്തതിന് ശേഷമാണ് തിരിച്ചു കയറിയത്. വീക്ക്ലി ചാർട്ടിൽ ഒരു ഗ്രീൻ ഡോജി ക്യാൻഡിലാണ് ഫോം ആയിരിക്കുന്നത്. ഇനി മാക്സിമം ഓപ്പൺ ഇൻട്രസ്റ്റ് രേഖപ്പെടുത്തിയ കോൾ സൈഡിലെയും പുട്ട് സൈഡിലെയും സ്ട്രൈക്കുകളിലേക്ക്. ആദ്യം 51,000 കൂടുതൽ ഓപ്പൺ ഇൻട്രസ്റ്റ് രേഖപ്പെടുത്തിയിരിക്കുന്ന ആദ്യത്തെ സ്ട്രൈക്ക് ഉള്ളത്. അതിനുശേഷം 52,000 സ്ട്രൈക്കിലും അതിനുശേഷം 50,000 സ്ട്രൈക്കിലുമാണ്. പുട്ട് സൈഡിൽ കൂടുതൽ ഓപ്പൺ ഇൻട്രസ്റ്റ് രേഖപ്പെടുത്തിയിരിക്കുന്ന ആദ്യത്തെ സ്ട്രൈക്ക് 47,000, അതിനുശേഷം 46,000 സ്ട്രൈക്കിലും അതിനുശേഷം 45,000 സ്ട്രൈക്കിലുമാണ്. ഓപ്പൺ ഇൻട്രസ്റ്റ് ഡാറ്റ പ്രകാരം റെസിസ്റ്റൻസ് ആവാൻ സാധ്യതയുള്ളത് 50,000-ഉം സപ്പോർട്ട് ആവാൻ സാധ്യതയുള്ളത് 47,000-ഉമാണ്. ഇന്ത്യ വിക്സിലേക്ക് 14.53-ൽ 1.04% ഇടിഞ്ഞാണ് ഇന്ത്യ വിക്സ് ക്ലോസ് ചെയ്യുന്നത്. തുടർച്ചയായ 5ാമത്തെ ദിവസമാണ് ഇന്ത്യ വിക്സ് നെഗറ്റീവിൽ ക്ലോസ് ചെയ്യുന്നതും. ഇന്ന് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കുറച്ച് കാര്യങ്ങളിലൂടെയാണ് നമ്മളിവിടെ കടന്നു പോയിരിക്കുന്നത്. ഈ കാര്യങ്ങളെല്ലാം ഏറ്റവും ഓതറൈസ്ഡ് ആയിട്ടുള്ള സൈറ്റുകളായ മണി കൺട്രോൾ, മിന്റ്, റോയിറ്റേഴ്സ്, CNBC, ഫിനാൻഷ്യൽ എക്സ്പ്രസ് തുടങ്ങിയ മാധ്യമങ്ങളിൽ നിന്നാണ് എടുത്തിരിക്കുന്നത്. മറ്റുള്ളവയെല്ലാം നമ്മുടെ വ്യൂസ് മാത്രമാണ്, ഒരിക്കലും അത് റെക്കമെൻഡേഷൻ അല്ല. നിങ്ങളുടെ എഡ്യൂക്കേഷണൽ പർപ്പസിന് വേണ്ടിയാണ് അതിവിടെ ഷെയർ ചെയ്തിട്ടുള്ളതും. ഇനി ആർക്കെങ്കിലും ഒരു ഡിമാറ്റ് അക്കൗണ്ട് ഓപ്പൺ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നമ്മൾ അതിൻ്റെ ലിങ്ക് നൽകിയിട്ടുണ്ട്. അതുവഴി നിങ്ങൾക്ക് പുതിയൊരു അക്കൗണ്ട് ഓപ്പൺ ചെയ്യാവുന്നതാണ്. എങ്കിൽ ഇന്നത്തെ ഈ വീഡിയോ ഇവിടെ പൂർത്തിയാവുന്നു. ഏവർക്കും നന്ദി.